സ്ത്രീകൾക്ക് പള്ളിയിൽ ആരാധനാകർമ്മങ്ങൾക്ക് വേണ്ടി പോവാൻ, നമസ്കരിക്കാൻ വേണ്ടി പോവാൻ, അവിടെ ചെന്ന് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സുജൂദിലാകാൻ 150-ലധികം ഹദീസുകൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു സംസാരത്തിൽ 100-ലധികം ഹദീസുകൾ ഉദ്ധരിക്കുക എന്നത് അപ്രായോഗികമാണ്. ഞാൻ ചില ഹദീസുകളിലേക്ക് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഒന്ന്, ഇവരെല്ലാ സ്ഥലത്തും ഹിജാബിന്റെ ആയത്തിറങ്ങിയിട്ട് പോയിട്ടില്ല എന്ന് പറയും. അതിനു മുമ്പ് പോയിരുന്നു. ലോകത്ത് എവിടെയും പോയിട്ടില്ല എന്ന് കളവ് പറയുന്ന ആളുകളുണ്ട്. ചില ആളുകൾ പറയും ഹിജാബിന്റെ ആയത്ത് വരെ പോയിട്ടില്ല. ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം അത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങുന്നത് വരെ പോയി, ആയത്ത് ഇറങ്ങിയതിനു ശേഷം പിന്നെ പോയിട്ടില്ല. ഏതാണ് ഹിജാബിന്റെ ആയത്ത് എന്ന് ചോദിച്ചാൽ അതുപോലും ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കി കൊടുക്കാൻ സംസാരിക്കുന്ന ആളുകൾക്ക് ധൈര്യമുണ്ടോ എന്നറിയില്ല. ഏതായാലും ഞാൻ പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതനായ മുഫസ്സിറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീറിൽ നിന്ന് ഞാൻ ഒരു വാചകം വായിക്കാം. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ അധ്യായം 33-ാമത്തെ വചനമാണ്. ഈ ആയത്തിന് വിശദീകരണം കൊടുക്കുമ്പോൾ സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കൂടേണ്ടവരാണ്. സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കൂടേണ്ടവരാണ്. ജാഹിലിയ സ്ത്രീകൾ അടിഞ്ഞാടിയതുപോലെ നിങ്ങൾ അടിഞ്ഞാട്ടം നടത്താൻ പാടില്ല എന്ന് പരാമർശിച്ചുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെ വചനം. ഇവിടെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിലെ പണ്ഡിതനാണ്. ഈ പരിസരത്തുള്ള പള്ളിയിൽ ഒരുപക്ഷെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ ഉണ്ടാവാം. ഞാൻ പറയുന്ന വാചകം ആ തഫ്സീറിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർക്ക് അങ്ങനെ തഫ്സീറിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറയാം. ഞാൻ വായിക്കാം, കേട്ടോളൂ. ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ്. അവർ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കൂടൽ അനിവാര്യമാണ്. എന്നിട്ടോ തുടർന്ന് പറയാ, ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജ. ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്ത്രീകൾ പുറത്തു പോവാൻ പാടില്ല. സ്ത്രീകൾ അവരുടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കൂടേണ്ടവരാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അവർ പുറത്തു പോകാൻ പാടില്ല. ഷാഫി മദ്ഹബിലെ തഫ്സീറിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ഇനി എന്താണ് ആവശ്യം? കേട്ടോളൂ. ശിഹാബ് എടക്കരയുടെയോ ഇവിടെ സംസാരിച്ചവരുടെയോ വാചകമല്ല. ഷാഫി മദ്ഹബിലെ അഗ്രഗണ്യ പണ്ഡിതനായ മുഫസ്സിറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, വമിനൽ ഹവായിജി ശർഇയ്യ, മതപരമായ ആവശ്യങ്ങളിൽ പെട്ടതാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മതപരമായ ആവശ്യങ്ങളിൽ പെട്ടതാണ് അസ്വലാത്തു ഫിൽ മസ്ജിദ്, പള്ളിയിൽ ചെന്നുകൊണ്ടുള്ള നമസ്കാരം. ബിശർതിഹി, ഷർത്ത് വെച്ചുകൊണ്ടാണ് അത് പറയുന്നത്. പള്ളിയിൽ ചെന്നുകൊണ്ടുള്ള നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു സ്ത്രീകളുടെ ആവശ്യത്തിൽപ്പെട്ടതാണ്. ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്ത്രീ പുറത്തു പോകാൻ പാടില്ല. അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കൂടേണ്ടവരാണ്. പക്ഷെ മതപരമായ ആവശ്യത്തിൽപ്പെട്ടതാണ് പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അല്ലാഹുവിന്റെ അടിയാത്തുകളെ, അല്ലാഹുവിന്റെ അടിയാത്തുകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയാൻ പാടില്ല. ഇതെവിടെ പറഞ്ഞത്? ഇവർ ഓതി പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ തന്നെ, ഷാഫി മദ്ഹബിൽ തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ സ്ത്രീകൾ വീട്ടിലാണ് അടങ്ങി ഒതുങ്ങി കൂടേണ്ടത് എന്ന് പറയുന്ന ആയത്തിൽ തന്നെ അദ്ദേഹം പറയുകയാണ്, സ്ത്രീകൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കൂടേണ്ടവരാണ്. പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ അവർ പുറത്തു പോകാൻ പാടില്ല. ആവശ്യങ്ങളിൽ പെട്ടതാണ് അവർക്ക് പള്ളിയിൽ ചെന്ന് നമസ്കരിക്കുക എന്നത്. എന്തുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ പള്ളിയെ തൊട്ട് തടയരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചതാണ് എന്നാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 33-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഞാൻ വളരെ പതുക്കെയാണ് സംസാരിച്ചിട്ടുള്ളത്. എന്നെ കേട്ടു നിൽക്കുന്ന ദൂരെ നിന്ന് ഇതിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ, ഇത് വളരെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒന്നാണ്. ഇനി അടുത്ത ഹദീസിലേക്ക് നമുക്ക് പോകാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ പ്രവാചകൻ
അവിടുന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്വഹാബത്ത് ലോകത്തിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പറയുന്നത് നോക്കുന്നത്, ഇദസ്തഅദനകും നിസാഉകും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിക്കുകയാണ്, ബില്ലൈലി, രാത്രിയിൽ. ശ്രദ്ധിക്കണേ, പിന്നലെ പകലിന്റെ കാര്യമൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. രാത്രിയിൽ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിക്കുകയാണ്. ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക് പോകാനുള്ള അനുവാദം രാത്രിയിൽ നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, അവർക്ക് നിങ്ങൾ അനുവാദം കൊടുക്കണം. ഇത് ഉദ്ധരിക്കുന്നത് ഇബ്നു ഉമർ, മുത്തബി അസുന്ന എന്ന് പേരിട്ട് വിളിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഹദീസ് വരുന്നത് ബുഖാരിയിലാണ്, വേറെയും റിപ്പോർട്ടുകളിൽ കാണാം. അപ്പോ പ്രിയപ്പെട്ടവരെ, രാത്രിയിൽ പോലും സ്ത്രീകൾ പള്ളിയിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ അവർക്ക് അനുവാദം കൊടുക്കണമെന്നത് ഇസ്ലാമിന്റെ പ്രമാണത്തിലുള്ളതാണ്. അടുത്ത ഹദീസ് കേട്ടോളൂ. ലാ തംനഉൻ നിസാഅ, നിങ്ങൾ സ്ത്രീകളെ തൊട്ട് തടയരുത്. ഹുലൂലഹുന്ന മിനൽ മസാജിദ്, പള്ളിയിൽ അവർക്കുള്ള ഹല്ല്, ഓഹരി, നിങ്ങൾ അവകാശം നിങ്ങൾ തടയരുത്. ഇവിടെ സംസാരിച്ച ഒരു പണ്ഡിതൻ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് പള്ളിയിൽ പോവുക എന്നുള്ളത് അവരുടെ അവകാശമാണ് എന്നാണ് ഇവരുടെ വാദം. ഇബാദത്ത് എങ്ങനെ അവകാശാകല് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ വർത്തമാനം, സമയമില്ല അങ്ങോട്ട് പോകാൻ. ഒരു സ്ത്രീയുടെ അവകാശത്തിൽപ്പെട്ടതാണ് അവർക്ക് പള്ളിയിൽ ചെന്ന് നമസ്കരിക്കുക എന്നത്. ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രസ്ഥാനം 1921 കാലഘട്ടങ്ങളിൽ ഒറ്റയാൽ പടയോട്ടം നടത്തി സനാഉല്ല മക്കി തങ്ങളെ പോലെയുള്ള ആളുകൾ ഗ്രാമാന്തരങ്ങളിൽ കാൽനടയായി വന്ന്, അതല്ലെങ്കിൽ സൈക്കിളിൽ വന്ന്, കഴിഞ്ഞു വന്ന്, അതിനുശേഷം വന്ന ഒട്ടനവധി പണ്ഡിതന്മാർ, അവർ തൗഹീദ് പഠിപ്പിക്കാനാണ് ഏറ്റവും സമയം സമൂഹത്തിന്റെ മുമ്പിൽ ചെലവഴിച്ചത്. സ്ത്രീകൾ പള്ളിയിൽ വരട്ടെ വരാതിരിക്കട്ടെ, പക്ഷേ അള്ളാഹു അനുവദിച്ച, മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലാലാക്കിയ, ജായിസാക്കിയ ഒരു കാര്യത്തെ 5 വിധികളിൽ ഒന്നാണ് ജായിസ് എന്ന വിധി എന്ന് അറിയാത്തവരാണോ ഇവിടെ പ്രസംഗിച്ച സഖാഫിമാരും മറ്റു ഉസ്താദുമാരും ഒക്കെ? ആണോ? അതിന്റെ വിധി അറിയാത്തവരാണോ? റബ്ബും മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവിന്റെ വഹീ പ്രകാരം, പടച്ചവൻ കൊടുത്ത വഹീ പ്രകാരം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഷയത്തെ അനുവദിച്ചു തന്നാൽ അത് ഹറാമാണ് എന്ന് പറയാൻ നിങ്ങൾക്കാരാണ് അവകാശം തന്നത്? ആരാണ് അവകാശം തന്നത്? എന്നിട്ട് അദ്ദേഹം കളിയാക്കുന്നുണ്ട്, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇവിടെ പ്രസംഗിച്ചു പോയ സഖാഫി പ്രിയപ്പെട്ടവരെ പറയുന്ന എന്താ അറിയോ? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്ന ഹദീസിനെ പറ്റി അദ്ദേഹം പറയുന്നത്, പുരുഷന്മാരോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ പള്ളിയെ തൊട്ട് തടയരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പുരുഷന്മാരോട്? ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വീടാണ് അവർക്ക് ഉത്തമമെന്ന്. പക്ഷെ നിങ്ങൾ പോയി പറഞ്ഞാൽ വീട്ടിൽ എന്തെയും കുടുംബ പ്രശ്നത്തിൽ, കുടുംബ ജീവിതത്തിൽ, വീട്ടിൽ കലഹമുണ്ടാകും, പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ പ്രത്യേകം തടയേണ്ട ആവശ്യമില്ല, ഞാൻ വീടാണ് ഉത്തമമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യാഖ്യാനം നൽകി പറയുന്നത് നിങ്ങളൊന്ന് ആദ്യം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷന്മാരോട് ചെന്നിട്ട് പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹ്, ഭർത്താക്കന്മാരെ ഇങ്ങൾ പോയിങ്ങാണ്ട് പെണ്ണുങ്ങളെ തടയാൻ നിൽക്കണ്ട, അപ്പൊ നിങ്ങൾ പോലും കലഹാവും, അങ്ങനെ കുടുംബ പ്രശ്നം വരും. അത് ഒഴിവാക്കാൻ ഞാൻ തന്നെ അത് തടഞ്ഞിട്ടുണ്ട്. ഉമ്മമാരോട് ഞാൻ അവർക്ക് വീടാണ് ഉത്തമമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള പെണ്ണുങ്ങൾ ഇനി വീട്ടിലെ നിസ്കരിക്കോ, നിങ്ങൾ തടയ. സുഹൃത്തുക്കളെ, ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? പുരുഷന്മാര് വീട്ടിൽ ചെന്നിട്ട് സ്ത്രീകളോട് പറയാ, നിങ്ങള് പള്ളിയിൽ പോകരുത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കലഹണ്ടാവും. എന്താ? അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് വീടാണ് ഉത്തമമെന്ന്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾ അവിടെ പോയി തടയേണ്ട ആവശ്യമില്ല അല്ലേ? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുസ്നദിൽ ഒട്ടനവധി ഹദീസുകൾ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാമെന്നത് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സഖാഫി പറഞ്ഞ വ്യാഖ്യാനം അറിയില്ലേ? പ്രിയപ്പെട്ടവരെ, 150ഓളം ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും തിർമിദിയിലും നസായിലും ഇബ്നു മാജയിലും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. ഈ ഹദീസുകൾ ഉദ്ധരിച്ച പണ്ഡിതന്മാർക്കൊന്നും നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം അറിയില്ലേ? അതിനെ വിശദീകരിച്ചു തന്ന ലോകത്തിലെ ഒട്ടനവധി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് നിങ്ങൾ പറഞ്ഞ വ്യാഖ്യാനം അറിയില്ലേ? ഞാൻ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ലേ? സ്ത്രീകൾ അവിടെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കൂടണമെന്ന്. അതിന്റെ അർത്ഥം അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കൂടലാണ്. പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർ പുറത്തു പോകാവൂ. ആവശ്യത്തിൽപ്പെട്ടതാണ് വമിനൽ ഹവായിജി ശർഇയ്യ, മതപരമായ ആവശ്യത്തിൽപ്പെട്ടതാണ് ഒരു സ്ത്രീ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നത്. ഇദ്ദേഹം പറയാണ് പുരുഷന്മാരുടെ അത് പറയുമ്പോൾ വീട്ടിലൊരു കലാപം ഉണ്ടാകുമെന്ന നിലക്കാണ്
അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീടാണ് ഉത്തമമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്റെ ചോദ്യം, വീടാണ് ഉത്തമം അല്ലേ എന്നൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹീ പ്രകാരം അനുവദിച്ച ഒരു കാര്യത്തെ തടയാൻ ആരാണ് സഖാഫിമാരെ, ഉസ്താദുമാരെ നിങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള ധൈര്യം നൽകിയിട്ടുള്ളത്? ആരാ നൽകിയിട്ടുള്ളത്? ഇപ്പൊ ഖുർആനിൽ ഒരു ആയത്ത് കാണാം, വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. അതിപ്പോ ഇനി ഖുർആനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പുരുഷന്മാര് പോയി സ്ത്രീകളോട് നിങ്ങൾ വ്യഭിചാരത്തിലേക്കൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ട് ആ അവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കലാപം ഉണ്ടാകുമെന്ന നിലക്കാണ് അള്ളാഹു തന്നെ വലാ തഖറബുസ്സിന എന്ന് ഖുർആനിൽ പറഞ്ഞത്. നിങ്ങൾ വ്യാഖ്യാനിക്കോ? അള്ളാഹു തആല ഒരു കാര്യത്തിലേക്ക് അടുക്കരുത് എന്ന് പറഞ്ഞ് ഒരു വിലക്കിയ ഒരു കാര്യത്തെ നമുക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ അള്ളാഹുവിന്റെ അടിയാത്തുകളായ നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് റബ്ബിന്റെ ഭവനത്തിലേക്ക് പോകാൻ അനുവാദം ചോദിച്ചാൽ തടയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ മൂക്ക് പിടിച്ചു വളച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അത് ഈ അർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് എന്റെ സ്വഹാബത്തിന് മനസ്സിലായിട്ടില്ലേ? താബീങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇന്നും ലോകത്ത് മസ്ജിദുൽ ഹറമിലും പ്രിയപ്പെട്ടവരെ മദീനത്തും ഒക്കെ ധാരാളക്കണക്കിന് സ്ത്രീകൾ അള്ളാഹുവിന്റെ ഭവനത്തിൽ വന്ന് നമസ്കാരം നിർവഹിക്കുമ്പോ ഇതുവരെ ജീവിച്ച, ആധുനിക കാലത്ത് ജീവിച്ച പണ്ഡിതന്മാർക്കും മരണപ്പെട്ടു പോയ മുൻകാല പണ്ഡിതന്മാർക്കുമൊന്നും ഇത് മനസ്സിലായിട്ടില്ലേ? ഞാനിപ്പോ 4 ഹദീസുകൾ പറഞ്ഞു. ഇനി മറ്റൊന്ന് നിങ്ങൾ കേട്ടോളൂ. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്ന ഹദീസ്, അത് അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്നാണ് ഞാൻ ആ ഹദീസ് പറഞ്ഞത്. അതങ്ങനെ തന്നെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ കടന്നു വന്നിട്ടുണ്ട്. ഇനി മാത്രമല്ല, ഇനി ഈ വിഷയത്തിൽ ഒരു സ്ത്രീ ജുമുഅക്ക് വന്നാൽ, കേൾക്കണേ, ഷാഫി മദ്ഹബ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കേരളത്തിലെ മഹാഭൂരിപക്ഷ സമസ്തക്കാരും പ്രിയപ്പെട്ടവരെ ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. സുന്നികളായ മുജാഹിദുകൾ 4 മദ്ഹബിനെയും അംഗീകരിക്കുന്നവരാണ്. എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ചു പറഞ്ഞത് എടുക്കണമെന്ന് പറയുന്നവരാണ്. ആ മദ്ഹബിന്റെ ഇമാമുകൾ എല്ലാവരും തന്നെ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ അതായിരിക്കും എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞവരാണ്. ഇദാ സ്വഹൽ ഹദീസ്, ശരിയായ ഹദീസ് വന്നാൽ ഫഹുവ മദ്ഹബി, അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ ഒരു മദ്ഹബിനെയും തള്ളാത്തവരാണ്. ഖുർആനിനോട് യോജിച്ച് ഹദീസുകളോട് യോജിച്ച ഏതൊരു അഭിപ്രായമാണോ, ഏത് പണ്ഡിതന്മാരാണോ പറയുന്നത് അതപ്പടി അംഗീകരിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ വിഷയത്തിൽ ഷാഫി മദ്ഹബിന്റെ പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ കിതാബുകൾ മുഴുവനും നിങ്ങൾ അംഗീകരിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതാ ഷാഫി മദ്ഹബിൽ നിന്ന് പറയാം. ഇമാം നബവിയുടെ ഖൗലായി അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കുന്നതായി ഒരു വാചകം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഏകകണ്ഠ അഭിപ്രായമുണ്ട് എന്നതാണ്. ഐക്യകണ്ഠേന പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാതെ പ്രഖ്യാപിക്കുന്ന ഒരു ഫത്വയാണ് പറയുന്നത്. കേട്ടോളൂ. ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ ഇജ്മാ അലാ അന്നഹ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ. ഒരു സ്ത്രീ ജുമുഅക്ക് വന്നു, ജുമുഅയിൽ പങ്കെടുത്തു, നമസ്കരിച്ചു, അവളുടെ നമസ്കാരവും ജുമുഅയും ജായിസാണ്. ആരാ പറയുന്നത്? ഷാഫി മദ്ഹബാണ് പറയുന്നത്. വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീല. എന്തുകൊണ്ടാണ് സ്വഹീഹാണ് ജായിസാണ് എന്ന് പറയാനുള്ള കാരണം? വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീല, കുറ്റമറ്റതായ നേരായ ഋജുവായ രീതിയിൽ കുറ്റമറ്റതായ ഹദീസുകൾ എത്ര വന്നു? ധാരാളം ഹദീസുകൾ സ്വഹീഹായി വന്നിട്ടുണ്ട്. ഏത് വിഷയത്തിൽ? അന്നൻ നിസാഅ, തീർച്ചയായും സ്ത്രീകൾ, കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ നിന്നുകൊണ്ട് സ്ത്രീകൾ നമസ്കരിക്കാറുണ്ടായിരുന്നു. എവിടെ? വീട്ടിലല്ല. ഫീ മസ്ജിദിഹി, മുത്തുനബിയുടെ പള്ളിയിൽ, ഖൽഫർ റിജാലി, പുരുഷന്മാരുടെ പിറകിൽ. ഇത് ഷാഫി മദ്ഹബ പറയുന്നത്. നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ പ്രസംഗിച്ചു പോയവരോട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഷാഫി മദ്ഹബിൽ പ്രിയപ്പെട്ടവരെ ഇമാം നബവി ഇത് എടുത്തുദ്ധരിച്ചുകൊണ്ട് പണ്ഡിത ലോകത്തിന്റെ ഇജ്മാ ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ അർത്ഥത്തിൽ സംസാരിച്ചു വച്ചിട്ടില്ല എന്ന് പറയാൻ ഇവിടെ പ്രസംഗിച്ചു പോയ, വലിയ വാക്കുകൾ കൊണ്ട് സമൂഹത്തെ ചിരിപ്പിച്ച് കടന്നുപോയ സഖാഫിമാരോട്, മുസ്താദുമാരോട് ഞങ്ങൾ വിനയത്തോടു കൂടി ചോദിക്കുകയാണ്. ഇത് ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് വായിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു സ്ത്രീ ജുമുഅക്ക് വന്നാൽ, ജുമുഅയിൽ പങ്കെടുത്താൽ അവളുടെ ജുമുഅ ജായിസാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്ന സുന്നികളായ ഞങ്ങൾ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുകയാണ്, സമസ്തക്കാരായ നിങ്ങൾ അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിലെ കിതാബിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചിട്ടുള്ളത്. അടുത്ത ഹദീസ് കേട്ടോളൂ. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി പറയുകയാണ്,
കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു. എങ്ങനെ? ഇവിടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആയിഷ ബീബി പല സ്ഥലത്തും ചോദിക്കാറുണ്ട്. ആയിഷ ബീബി പോയതിന്റെ തെളിവെവിടെ? ഹഫ്സ ബീബി പോയതിന്റെ തെളിവെവിടെ? ഇങ്ങനെ ഓരോ പ്രവാചകന്റെ പത്നിമാരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവര് ളുഹറിന് പോയത്, ഇവർ അസറിന് പോയത്, അവര് മഗ്രിബിന് പോയത്, ഇങ്ങനെ തെളിവ് ചോദിക്കുന്ന പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരോട് ഞാൻ കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഉദ്ധരിക്കുന്നത്. കേട്ടോളൂ. കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളായ സ്ത്രീകളായിരുന്നു. മുഅ്മിനുകളുടെ ഉമ്മമാരായിട്ടാണ് മുത്തുനബിയുടെ ഭാര്യമാർ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ മുഅ്മിനാത്തുകളായ സ്ത്രീകൾ പോയിരുന്നു, അവർ പങ്കെടുത്തിരുന്നു. കേട്ടോളൂ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കൂടെ അവർ ഹാജരാകുമായിരുന്നു, പങ്കെടുക്കുമായിരുന്നു. ഏതിന്? ളുഹറിനല്ല, അസറിനല്ല, മഗ്രിബിനല്ല, ഒക്കെ വേറെ തെളിവുകളുണ്ട്. പിന്നെ ഇശാഇനല്ല, സ്വലാത്തുൽ ഫജ്രി, സുബഹിയുടെ നമസ്കാരത്തിന് മുഅ്മിനാത്തുകളായ സ്ത്രീകൾ മുത്തുനബിയുടെ കൂടെ അവർ നിസ്കരിക്കാൻ എത്തുമായിരുന്നു, പങ്കെടുക്കുമായിരുന്നു. എങ്ങനെയാണ് അവർ വന്നിരുന്നത്? മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن الى بيوتهن حين يقضين الصلاه لا يعرفهن احد من الغلس. വളരെ ക്ലിയർ ആണ്. മൂടി പുതച്ച് അങ്ങനെയാണ് അവർ വരാറുണ്ടായിരുന്നത്. സുബഹിക്ക് നിസ്കരിക്കാൻ വരുന്ന മുഅ്മിനാത്തുകളായ സ്ത്രീകൾ മുത്തുനബിയുടെ കൂടെ ജമാഅത്തിന് കിട്ടാൻ, ആ ജമാഅത്തിൽ പങ്കെടുക്കാൻ, സുബഹിയുടെ നിസ്കാരത്തിന് വേണ്ടി മൂടി പുതച്ചുകൊണ്ടാണ് അവർ വരാറുണ്ടായിരുന്നത്. എന്നിട്ടോ നിസ്കാരം കഴിഞ്ഞ ഉടനെ ثم ينقلبن الى بيوتهن, അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്, ഇരുട്ടുകൊണ്ട് അവരെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. എന്നിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഹദീസ് ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണെന്ന് പറയുന്ന, വലിയ പ്രസിഡന്റ് ആണെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ വരെ പറഞ്ഞാൽ എന്താ അറിയോ? ഈ ഹദീസൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ദർസിൽ ഓതി കൊടുക്കുന്നുണ്ട്, ഞങ്ങളുടെ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം. അല്ലാതെ ഞങ്ങൾ നിങ്ങളുടെ നാവിൽ നിന്ന് കേട്ട ഹദീസ് ഒന്നുമല്ല. ഇതൊക്കെ ഞങ്ങൾ പഠിച്ചതും ഓതി പഠിപ്പിച്ചതും ഓതി കൊടുക്കുന്നതുമാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന അർത്ഥമല്ല അതിന്. പിന്നെന്താ അതിന്റെ അർത്ഥം? പിന്നെന്താ അർത്ഥം? അത് വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക റൂമിലോ സ്ഥലത്തോ നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ ഈ പ്രസ്ഥാനങ്ങളുടെ അമരത്തിരിക്കുന്ന നേതാക്കന്മാരോട് ഞങ്ങൾ വിനീതരായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ സാധാരണ പ്രവർത്തകന്മാരായ, എളിയ പ്രബോധകന്മാരായ ഞങ്ങളെപ്പോലെയുള്ള ഈ പ്രിയപ്പെട്ടവരെ, സാധാരണക്കാർ നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു ചോദ്യം. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ഇരുട്ടുകൊണ്ടവരെ തിരിച്ചറിയുമായിരുന്നില്ല. സുബഹിയുടെ നിസ്കാരത്തിന് വേണ്ടി അവർ നബിയുടെ കൂടെ പങ്കെടുക്കും. നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. വീട്ടിന്റെ ഉള്ളിൽ ഒരു റൂമിൽ ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീടാണെന്ന്, അല്ലെ? ചെറിയ ചെറിയ വീടുകളാ. ആ വീട്ടിനുള്ളിൽ ആരാ ഉണ്ടാവുക? ഭർത്താവും ഭാര്യയും മക്കളും വാപ്പിയും ഉമ്മയും ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഇബ്രാഹിമിന്റെ ഭാര്യ ആ റൂമിൽ കയറി നിസ്കരിച്ച്, നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുട്ടുകൊണ്ട് അവരെ ആർക്കും തിരിച്ചറിയില്ല. വേഗം നിസ്കാരം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. എവിടേക്ക് അവർ മടങ്ങിപ്പോയത്? ഈ ഹദീസ് ഒന്നും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബിയുടെ കൂടെ പങ്കെടുക്കുമായിരുന്നു. സ്വലാത്തുൽ ഫജ്രി, സുബഹിയുടെ നമസ്കാരത്തിന്. എങ്ങനെയാണ് അവർ വരിക? മുതലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم പിന്നെ യൻഖലിബിന ഇലാ ബുയൂതിഹിന്ന, അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോവുകയാണ്. അപ്പോ ഹീന യഖ്ലീന സ്വലാ, നമസ്കാരം കഴിഞ്ഞ ഉടനെ. അപ്പോ ഒരു നബിയുടെ കാലത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത്, ഒരു ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ ഒരു ചെറിയ വീട്ടിൽ നിസ്കരിക്കാൻ ഒരു റൂം ഉണ്ടെങ്കിൽ ആ റൂമിൽ നിന്ന് ഉമ്മ നിസ്കരിച്ച് ബെഡ്റൂമിലേക്ക് പോയി, അടുക്കളയിലേക്ക് പോയി. ബാപ്പ ചോദിച്ചു മക്കളോട്, ഉമ്മ എവിടെയെന്ന്. അറിയില്ല. ഇപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പെരേക്ക് മടങ്ങിപ്പോയിക്കണ്. ആ കൂട്ടത്തിൽ ഉണ്ടോന്ന് അറിയില്ല. ആണോ? അങ്ങനെയാണോ? ഇരുട്ടുകൊണ്ട് ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. ആർക്ക്? ഭർത്താവിനോ മക്കൾക്കോ? ആർക്കായി തിരിച്ചറിയാത്തത്? നിസ്കാരം കഴിഞ്ഞ് അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകുമ്പോ ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല. ആർക്കാണ് ഈ തിരിച്ചറിയാത്തത്? ഈ ഹദീസ് നിങ്ങൾ കണ്ടാൽ പോരാ, നിങ്ങളുടെ അനുയായികൾക്ക് കേൾപ്പിച്ചാൽ പോരാ, അതിന്റെ ഉദ്ദേശാർത്ഥം പഠിപ്പിച്ചു കൊടുക്കാൻ, ഹക്ക് ഹക്കായി പറയാൻ, നമ്മൾ മുമ്പേ ഹറാമെന്ന് പറഞ്ഞു വെച്ചത് തിരുത്തി പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് പ്രിയപ്പെട്ടവരെ സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത, കൈമാറി കൈമാറി വന്ന 100-ലധികം ഹദീസുകൾ ഉണ്ടായിട്ടും ഞങ്ങൾ മുമ്പേ പറഞ്ഞു വെച്ചത് തിരുത്തി പറയാൻ മടിച്ചു നിൽക്കുന്ന പണ്ഡിതന്മാരെ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ ചെന്നു നിൽക്കേണ്ടി വരും. സംവാദങ്ങളിലും ഖണ്ഡനമണ്ഡന പ്രസംഗങ്ങളിലും പേരോട് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ
കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് കിളവികൾക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? യുവതികൾക്ക് പോകാൻ പാടില്ല, കിളവികൾക്ക് പോകാമെന്ന് ഞങ്ങളുടെ പണ്ഡിതന്മാർ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് പ്രായം കൂടിയാൽ, കിളവിയായാൽ, വയസ്സെത്തിയായാൽ പെണ്ണാണാകുമോ? പിന്നെ എങ്ങനെയാണ് അവർ പോവുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ അവിടേക്ക് ഇപ്പൊ കടന്നു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയമുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ചോദിക്കാം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ പറയുകയാണ്, വഫിൽ ഹദീസ്, ഈ ഹദീസിൽ ഇസ്തിഹ്ബാബുൽ മുബാദറതി ബിസ്വലാത്തി സുബ്ഹി ഫി അവ്വലിൽ വഖ്തി വജവാസു ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദ് ലിശുഹൂദി സ്വലാത്ത്. ഈ ഹദീസ് കൊണ്ട് സുബഹിയുടെ നമസ്കാരം അതിന്റെ ആദ്യ സമയത്താക്കലാണ് ഖൈർ എന്നും സുന്നത്ത് എന്നും പോരാ, സ്ത്രീകൾക്ക് നമസ്കാരത്തിനു വേണ്ടി പള്ളികളിലേക്ക് പോകാമെന്നതും ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നു എന്ന് ആരാ പറയുന്നത്? ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ തന്നെ കൃത്യമായി വ്യക്തമാക്കുകയാണ്. ഇനി ഒരു ഹദീസ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒരൊറ്റ വാക്ക് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ദാ നിങ്ങൾ പറഞ്ഞത് നബിയുടെ കാലത്ത് പോയത്, അവർ സുബഹിക്ക് പോയത് ഒക്കെ പറഞ്ഞു ശരി. എന്നാൽ ഹിജാബിന്റെ ആയത്തിറങ്ങിയിട്ട് പോയിട്ടില്ല. മുമ്പ് പോയി ഞങ്ങളെ പണ്ഡിതന്മാരും പറയുന്നുണ്ട്, പിന്നെ അത് നിർത്തിയതാണ്, പോയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഉസ്താദുമാര് പറയുന്നതെങ്കിൽ ഏതാണ് ഹിജാബിന്റെ ആയത്ത് എന്ന് ഉസ്താദുമാര് പറയണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. 2, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞിട്ട് പിന്നെ ആയത്തിറങ്ങുമോ? ഇറങ്ങുമോ? എങ്കിൽ കേട്ടോളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈത്തികാഫിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് അന്ന ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബിബി പറയുകയാണ്, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ, കാന യഅതകിഫു അൽ-അശ്റൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 അല്ലാഹുവിന്റെ പ്രവാചകൻ ഈത്തികാഫ് ഇരിക്കാറുണ്ട്. ഹത്താ തവഫാഹുല്ലാഹ്, അല്ലാഹു തആല അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ പത്നിമാർ, ഭാര്യമാർ അവരും ഇഅ്തികാഫിരിക്കാറുണ്ട് മിൻ ബഅദിഹി, അദ്ദേഹത്തിന്റെ ശേഷവും കാലശേഷവും. അപ്പൊ ഏതായത്ത് ഇറങ്ങിയത്? അള്ളാന്റെ റസൂൽ ലോകത്ത് നിന്ന് റബീഉൽ അവൽ മാസം വിട പറയുമ്പോ തന്റെ പ്രിയപ്പെട്ട പത്നിമാരോട് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അത് ഹറാമാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? അവർക്കറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും അവർ ഈത്തികാഫിരുന്നു. ഇവിടെ പ്രസംഗിച്ചവരുടെ വാദപ്രകാരം ഏറ്റവും സഹീഹായ ഈത്തികാഫ് നടക്കണമെങ്കിൽ ജുമുഅയുള്ള പള്ളി വേണ്ടേ? അപ്പൊ അവിടെ എത്ര ജമാഅത്ത് കിട്ടും? അവസാനത്തെ 10 ദിവസം പള്ളിയിൽ ഇരിക്കുമ്പോ എത്ര ജമാഅത്ത് കിട്ടും? ഏറ്റവും ചുരുങ്ങിയത് ഒരു ജുമുഅ കിട്ടുകയില്ലേ? ഇല്ലേ പ്രിയപ്പെട്ടവരെ? ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പള്ളിയിൽ ഒരു ഖൈമ കെട്ടി ഈത്തികാഫ് ഇരിക്കാൻ ഒരുങ്ങിയപ്പോ സൈനബ് റളിയല്ലാഹു അൻഹ വന്ന് തൊട്ടടുത്തൊരു ഖൈമ കെട്ടിയിരുന്നു. മറ്റു ഭാര്യമാരും അതുപോലെ ഖൈമ കെട്ടിയിരുന്നപ്പോ പ്രവാചകൻ അവരോട് ചോദിക്കുന്നുണ്ട്, അവള് കെട്ടിയതിന്റെ വാശിക്ക് വേണ്ടിയാണോ നിങ്ങളും ഇരിക്കാൻ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അന്നത്തെ റമളാനിലെ ഇഅ്തികാഫ് പ്രവാചകൻ വേണ്ടെന്ന് വെക്കുകയും ശവ്വാലിൽ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വരെ കാണാം. അവിടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ, പത്നിമാർ ഇഅ്തികാഫ് ഇരിക്കാൻ വരുന്നത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ കാണാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടും അവർ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, പിന്നെ ഏതായത്താണ് ഇറങ്ങുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു കബളിപ്പിക്കൽ മാത്രമാണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദം എന്താണെന്നറിയോ? ഒരു പെണ്ണ് പള്ളിയിലേക്ക് വരാൻ ഉദ്ദേശിച്ചാൽ അവൾക്ക് വേണ്ടി ആ പള്ളിയുടെ കവാടം തുറക്കണം, ഭർത്താവിനോട് ചോദിച്ചാൽ അനുവാദം കൊടുക്കണം. ഇനി സ്ത്രീക്ക് വീടാണ് ഉത്തമം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ? പള്ളിയുടെ വിഷയത്തിൽ മാത്രമാണോ സ്ത്രീക്ക് വീടിന്റെ ഉള്ളാണ് ഉത്തമം എന്നത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിലും അവർ വീട്ടിൽ അടങ്ങി ഒതുങ്ങിക്കൂടേണ്ടവളാണ്. ഓട്ടോറിക്ഷയിൽ പോകാം, ബസ്സിൽ പോകാം, കോളേജിലേക്ക് പോകാം, പഠിക്കാൻ പോകാം, ഷോപ്പിങ്ങിന് പോകാം. ആ നബിദിന റാലി പോകുമ്പോ പർദി മഫ്തിയും കൂടി വേണ്ട, നേരെ വീട്ടിലിട്ട ഡ്രസ്സിട്ട് ഓടി വന്ന് റോഡിൽ നിൽക്കാം, കതീന പൊട്ടുന്നത് കാണാം, പടക്കം പൊട്ടിക്കുന്നത് കാണാം, ഉത്സവത്തിന് പോകാം, എല്ലാ സ്ഥലത്തും പോകാം. തന്റെ ഭർത്താവിന്റെ കൂടെ ബൈക്ക് കയറി ജുമുഅക്ക് പകൽ പള്ളിയിലേക്ക് പോയ ഫിത്തിന, ബാക്കി ഒരു സ്ഥലത്തും ഫിത്തിനല്ല. നേർച്ചയുടെ പൂരപ്പറമ്പിൽ ആണും പെണ്ണും ഇടകലർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കും കൂട്ടി പോകാം. റമളാനിന്റെ 17-ാം രാവിന് ബദരീങ്ങളുടെ ചോറ് വാങ്ങാൻ റോഡിൽ ലൈനിക്ക, അതിനൊന്നും ഒരു പ്രശ്നമില്ല. എവിടെ ഫിത്തിനല്ല, പള്ളിയിൽ മാത്രം ഫിത്തിന. അത് നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത്? പള്ളിയിൽ മാത്രം ഫിത്തിന അല്ലേ? നിങ്ങൾ എഴുതി വെച്ച പള്ളികളിലെ ബോർഡ് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാര സ്ഥലം, അത്ര വലിയ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, പള്ളിയിൽ എഴുതിയാൽ മതി. ആളുകൾക്ക് മനസ്സിലാവും ആണിനും പെണ്ണിനൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു സ്ഥലത്ത് യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാര സ്ഥലം
മറ്റു സ്ഥലത്തോ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, അവിടെ യാത്രക്കാര് പോയി. അപ്പൊ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? യാത്രക്കാരികളായ സ്ത്രീകൾക്ക് മാത്രമേ ആ പള്ളിയോട് ചേർന്നുണ്ടാക്കിയ റൂമിൽ നിസ്കരിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ടിക്കറ്റ് ചോദിക്കലുണ്ടോ? എവിടുന്ന യാത്ര വരുന്ന അതിന് ആളെ നിർത്തിയിട്ടുണ്ടോ? നിങ്ങൾ അന്വേഷിക്കലുണ്ടോ? ഇത് യാത്രക്കാരികളായ സ്ത്രീകൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തലുണ്ടോ? യാത്രക്കാരി അല്ലാത്തൊരു പെണ്ണാ റൂമിലേക്ക് വന്ന് നിങ്ങൾ കയറ്റൂലേ? നിസ്കരിക്കാൻ സമ്മതിക്കൂലേ? ഞാൻ ചോദിക്കുന്നു, ഒരു സ്ഥലത്ത് അങ്ങനെ ബോർഡ്, മറ്റൊരു സ്ഥലത്ത് കാണാം സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ എവിടെയാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ അഭിപ്രായത്തിൽ? പള്ളിയോട് ചേർന്നാണ്, എന്നാൽ അത് കുറച്ചുകൂടി സുരക്ഷിതത്വമാണ്. അതായത് സെലഫി പള്ളിയിൽ പോയി നോക്കൂ നിങ്ങൾ. ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളിയുടെ ഒരു ചുമരിനോട് ചേർന്ന് 3 ചുമരും കൂടി പടുത്തുയർത്തി സ്ത്രീകൾക്ക് ഒരു പ്രത്യേക സൗകര്യം ഉണ്ടാക്കും. അപ്പോ ആ പള്ളിയോട് ചേർന്നാണെങ്കിൽ ഒരു ഭാഗത്തെ ചുമര് ലാഭാണ്. നിങ്ങൾ 1 മീറ്റർ വിട്ടിട്ട് അതിലേക്ക് തട്ടിയ സെലഫി പള്ളിനെ പോലെ ആവും. 1 മീറ്റർ വിട്ടിട്ട് വേറെ റൂം ഉണ്ടാക്കും. അപ്പൊ 4 ഭാഗത്തെ കല്ലും വേണം, 4 ഭാഗത്തെ കല്ലും വേണം. അതിലേക്ക് അങ്ങോട്ട് ചേർന്നാലോ സെലഫി പള്ളി പോലെ ആകും. മുട്ടാൻ പാടില്ല, ചേരാൻ പാടില്ല. പിന്നെ സെലഫി പള്ളിയിലോ പുരുഷന്മാർക്ക് വേറെ ഗേറ്റ് ഉണ്ട്, സ്ത്രീകൾക്ക് കയറാൻ വേറെ വഴിയുണ്ട്. നിങ്ങളുടെ പള്ളികളിൽ ചില ബോർഡ് മുസല്ല നിസ, അത് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള മുസല്ല ഇവിടെയാണ് എന്ന ബോർഡ് കാണാം. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസമുള്ളത്? കുറച്ചു കാലം മുമ്പ് സമസ്തയുടെ പള്ളിയിൽ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അവർ യാത്ര വരുമ്പോ പുരുഷന്മാർ പള്ളിയിൽ കയറി നിസ്കരിക്കും, സ്ത്രീകൾ റോഡിലോ വാഹനത്തിന്റെ അടുത്തോ അങ്ങനെ നിൽക്കും. എന്നിട്ട് ഭർത്താവിനെ കാത്തിരിക്കും. സ്ത്രീകൾ വീട്ടിൽ പോയിട്ട് ആ 2, 3 ഒക്കെ കൂട്ടിയടിക്കല. പിന്നീടാണ് ചർച്ച നടത്തി യാത്രക്കാരികളായ സ്ത്രീകൾക്കുള്ള സൗകര്യം ഒരുക്കിയത്. ഇപ്പൊ പതുക്കെ യാത്രക്കാർ ഒഴിവായി തുടങ്ങി. എന്തിനാ പ്രിയപ്പെട്ടവർ ഇതിൽ വാശി? പേരോട് ഉസ്താദിനോട് അങ്ങ് പിന്നെ മക്കത്ത് സ്ത്രീകൾ വരുന്നില്ല എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? അങ്ങനെ പ്രസംഗത്തിനിടയിൽ ചോദിക്കല്ല, പലരും ചോദിക്കാറുണ്ട്. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. പേരോട് ഉസ്താദ് എന്ത് പറയുന്നു, ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം ഞാൻ പറയാം. മസ്ജിദുൽ ഹറാമിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയുന്നു, ഒരിക്കലും ഇവിടെ നിന്ന് പോകുന്ന സ്ത്രീകളെ കൊണ്ടോ അന്നാട്ടുകാരായ സ്ത്രീകളെ കൊണ്ടോ മക്കയിൽ ജുമഅ സംഘടിപ്പിച്ചിട്ടില്ല, നടക്കുന്നുമില്ല. പിന്നെന്താ ഉള്ളത്? അവിടെ ആ നാട്ടുകാരായ 40 അല്ല 400 അല്ല 4000 അല്ല, നാട്ടുകാരായ ആയിരക്കണക്കിന് ആളുകൾ സ്ഥാപിച്ച് നടത്തുന്ന ജുമഅ, ആ ജുമഅയിൽ അവിടെ തവാഫിന് വേണ്ടി പോകുന്ന സ്ത്രീകൾ, തവാഫ് പള്ളിയിൽ വെച്ചാകണം, അത് പുറത്തു വെച്ച് ചെയ്താൽ ശരിയാവുകയില്ല. അവിടെ തവാഫിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ പോകൽ സ്ത്രീകൾക്ക് നിർബന്ധവും സുന്നത്തുമാണ്. നിർബന്ധമായ തവാഫിന് വേണ്ടി പോകൽ നിർബന്ധമാണ്. അങ്ങനെ തവാഫിന് വേണ്ടി പോകുന്ന സ്ത്രീകൾ തവാഫ് ചെയ്യുന്നതിനിടയിൽ ജുമഅയുടെ സമയമായ ആ സമയത്ത് അവർ ബാങ്ക് വിളി കേൾക്കുമ്പോ തിരിച്ച് പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അങ്ങ് ഇങ്ങോട്ട് ജുമഅക്ക് വരുന്ന പുരുഷന്മാരുമായി ഗേറ്റിനടുക്കൽ വെച്ച് കൂട്ടിമുട്ടിപ്പോകും. അങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും കൂട്ടിമുട്ടരുത്. അതുകൊണ്ട് പള്ളിയുടെ ഒരു മൂലയിൽ അവര് മാറി നിൽക്കുന്നു. ആ മാറി നിൽക്കുന്ന സമയത്ത് അവിടെ നടക്കുന്ന ജുമഅയിൽ അവർ പങ്കെടുത്താൽ തെറ്റാണെന്ന് ആർക്കും വാദമില്ല. അതുപോലെയല്ല ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നത്. തവാഫിന് വേണ്ടി പോയപ്പോൾ നടക്കുന്ന ജുമഅയിൽ ഒരാൾ പങ്കെടുക്കുന്നതും ജുമഅക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നതും രണ്ടും രണ്ടാ. എന്താ രണ്ടും രണ്ടായത്? ഒന്നവിടെ നടക്കുന്ന ജുമയിൽ സ്ത്രീകൾ പങ്കെടുത്തതാ. ഉത്തരം എന്താ ലാസ്റ്റ് പറഞ്ഞത്? പലരും ചോദിക്കുന്നുണ്ട് മക്കത്ത് സ്ത്രീകൾ നിസ്കരിക്കണില്ലേ എന്ന്. ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞ് നിസ്കരിക്കുന്നുണ്ട്, ജുമയിൽ പങ്കെടുക്കുന്നുണ്ട്, ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ രണ്ടും രണ്ടാ. അവിടെ നാട്ടുകാരായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജുമ 4 അല്ല 40 അല്ല 400 അല്ല 4000 അല്ല, ധാരാളം ആളുകൾ നടത്തുന്നു ജുമ. ആ ജുമയിൽ അവിടെ സുന്നത്തിയായ തവാഫിന് വേണ്ടി വരുന്ന ആളുകൾ, അല്ലാത്ത തവാഫിന് വേണ്ടി വരുന്ന ആളുകൾ ആ തവാഫ് നിർവഹിക്കാൻ പള്ളിയുടെ ഉള്ളേ പറ്റൂ. അങ്ങനെ തവാഫിന് വേണ്ടി വന്ന സ്ത്രീകൾ ബാങ്ക് കൊടുത്താൽ ആ തവാഫ് നിർത്താറില്ല. പിന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോ പിന്നെ നിർത്തണം. അപ്പൊ സ്ത്രീകളോട് പിറകിലേക്ക് മാറിക്കോ എന്ന് പറയും. നിങ്ങളൊക്കെ പോയതല്ല അവിടെ? സ്ത്രീകളുടെ പിറകിലേക്ക് മാറിക്കോ എന്ന് പറയും. അങ്ങനെ മാറി നിൽക്കുന്ന സ്ത്രീകൾ അങ്ങോട്ട് പുറത്തേക്ക് പോയാൽ ജുമഅക്ക് വേണ്ടിയോ ജമാഅത്തിന് വേണ്ടിയോ വരുന്ന ആളുകൾ, പുരുഷന്മാർ ഇങ്ങോട്ട് കയറുമ്പോ തവാഫിന് വേണ്ടി വന്ന സ്ത്രീകൾ അങ്ങോട്ട് പോകുമ്പോ ഗേറ്റിൽ കൂട്ടിമുട്ടി പോകും. ആകൊരൊറ്റ ഗേറ്റുള്ളൂ അവിടെ. ഗേറ്റിൽ അങ്ങ് കൂട്ടിമുട്ടി പോകും അല്ലേ? ഗേറ്റ് നമ്പർ 84, ഗേറ്റ് നമ്പർ 90, ഗേറ്റ് നമ്പർ 92 എന്നൊക്കെ കാണുന്ന സ്ഥലത്തെ ഗേറ്റിൽ വെച്ച് അങ്ങ് കൂട്ടിമുട്ടി പോകും. അതുകൊണ്ട് സ്ത്രീകളോട് പിറകിലേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. മാറി നിന്ന സ്ത്രീകൾ അവിടെ നടക്കുന്ന ജുമയിൽ പങ്കെടുത്തു. മനസ്സിലായില്ലേ? ഇങ്ങനെ മൂക്കൊക്കെ പിടിച്ച് വളച്ചൊടിച്ച്. അപ്പോ ഈ സ്ഥലത്ത്, ഈ പ്രദേശത്ത്, അല്ലെങ്കിൽ ഇതിന്റെ പരിസര പ്രദേശത്ത് സമസ്തയിൽപ്പെട്ട ഒരു സ്ത്രീ എന്ത് വാങ്ങാൻ വന്നതാ? പച്ചക്കറി വാങ്ങാൻ വന്നതാ. ലക്ഷ്യം എന്താ? ഉദ്ദേശം എന്താ? പച്ചക്കറി വാങ്ങല. അപ്പൊ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. അപ്പൊ പള്ളിക്കരി ജമാഅത്തിൽ കൂടാ. കാരണം ജമാഅത്തിന് വന്നതല്ല, പച്ചക്കറി വാങ്ങാൻ വന്നപ്പോൾ നിസ്കാരത്തിന്റെ സമയമായതാ. അപ്പൊ നടക്കുന്ന ജമാഅത്തിൽ പങ്കെടുത്തതാണ്.
പറ്റുമോ? ഇല്ല നിങ്ങൾ പറയണം. അങ്ങനെ പറ്റുമോ ഇല്ലേ നിങ്ങൾ പറയണം. എന്തിനാ ഇങ്ങനെ വളച്ചൊടിച്ച്? പ്രിയപ്പെട്ടവരെ, ഈ സെലഫികൾ ലോകത്ത് പറഞ്ഞു കൊടുത്തത്, സെലഫുകളുടെ ചര്യ പ്രകാരം പറഞ്ഞു കൊടുത്തത്, സ്ത്രീകൾക്ക് പള്ളിയിൽ വരാം, അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അവർക്ക് വരാം. അവർ വന്നാൽ അവർക്കും കിട്ടും പ്രതിഫലം, 27 ഇരട്ടി പ്രതിഫലം അവർക്കും ലഭിക്കും. അവർ വരാൻ പാടില്ലാത്ത ഒന്നാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തടയുമായിരുന്നു എന്ന ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് സുദീർഘമായ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പൊ പേരോട് ഉസ്താദ് പോലും പറഞ്ഞ് ലാസ്റ്റ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്, നടക്കുന്ന ഒരു ജുമായിൽ വേണമെങ്കിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാം, ജുമാക്കായി ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്നതാണ്. നിങ്ങളെ പള്ളിന്റെ മുറ്റത്ത് വെച്ച് വയൽ നടത്തലില്ലേ? ഉണ്ട്. അപ്പോ ഇശായിന് നിർത്തലുണ്ടോ? ഉണ്ടെങ്കിലോ? അപ്പൊ സ്ത്രീകളോട് പള്ളി കയറി നിസ്കരിച്ചോ എന്ന് പറയലുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ പള്ളിയിൽ ഉണ്ടോ? അറിയില്ല. അപ്പോ നടക്കുന്ന ഒരു ജമാഅത്തിലും ജുമയിലൊക്കെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ കൊടുക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ സമൂഹത്തെ ഈ അർത്ഥത്തിൽ നിങ്ങൾ കബളിപ്പിച്ച് നിർത്തുന്നത് എന്ന് മാത്രമാണ്. ഇത്രയും പ്രമാണങ്ങൾ ഉണ്ടായിട്ട്, രേഖകൾ ഉണ്ടായിട്ട്, സ്ത്രീകൾ അവര് വസ്ത്രത്തിന്റെ വലിപ്പം പുരുഷന്മാർക്ക് ചുമല് മറക്കണമെന്ന് പറഞ്ഞപ്പോ വസ്ത്രത്തിന്റെ വലിപ്പം കുറഞ്ഞിട്ട് വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പുരുഷന്മാർ സുജൂദിൽ നിന്ന് ഉയർന്നു എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം കുറച്ച് സമയം നിങ്ങൾ സുജൂദിൽ തന്നെ നിന്നിട്ട് ഉയർന്നാൽ മതി എന്നുവരെ പറഞ്ഞത്. അവിടെ സുഫ്, സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സുഫ് അവസാനത്തെ സുഫാണെന്നും അവർക്ക് ഏറ്റവും ഷർറായ സുഫ് ആദ്യത്തെ സുഫാണ് എന്നും ഒക്കെ പറയുന്ന രേഖകൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ കിടക്കുകയാണ്.